ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുജനനത്തിൽ ആ മാലാഹമാരോടും ആട്ടിടയന്മാരോടും കൂടെ ഒന്നിച്ച് സന്തോഷിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 25 ദിവസം നൊയമ്പ് നോറ്റ് കർത്താവിൻ്റെ ജനനം അനുഗ്രഹകരമായി മനസ്സിലാക്കുവാനും അതിൽ ദൃക്സാക്ഷികളാകുവാനും അതിൽ പങ്കാളികളാകുവാനും ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, ഭൂമി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. മണ്ണും വിണ്ണും കൂടെ യോജിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് ഇന്ന് നടക്കുന്നത്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, തന്നെ മനുഷ്യനാക്കി ഈ ലോകത്തിൽ അവതരിക്കുന്നതിന് വേണ്ടി വിനയപ്പെട്ട സ്നേഹത്തിൻ്റെ വലിയ ഒരു പെരുന്നാളാണ്. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യജാതിയോട് പ്രകടിപ്പിക്കുവാനായി താൻ ചെയ്ത ഏറ്റവും വലിയ 2 അത്ഭുതങ്ങളിൽ ഒന്നാണ് കർത്താവിൻ്റെ ജനനം. രണ്ടാമത്തെ അത്ഭുതം അവൻ്റെ മരണമാണ്. അവൻ ജനിച്ചത് നമുക്ക് വേണ്ടി, മരിക്കുന്നതിന് വേണ്ടിയാണ്. ആയതുകൊണ്ട് മണ്ണ് സ്വർഗത്തോളം ഉയർത്തപ്പെടുന്ന, സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ അസുലഭ സന്ദർഭത്തിൽ ബലഹീനരായ നമുക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് മണ്ണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള രോഗഗ്രസ്തമായ അനുഭവം നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ അനേകം ആളുകൾ രോഗികളായി മനപ്രയാസത്തോടുകൂടി, ഭാരത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരെ ഞാൻ കാണുന്നു. ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും രോഗഗ്രസ്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ അത് രോഗമാകാം, പാപത്തിൻ്റെ പല വിധത്തിലുള്ള പ്രകടനങ്ങളാകാം, സ്വഭാവ വൈകൃതങ്ങളാകാം. അന്ധകാരത്തിലിരിക്കുന്ന വലിയ ജനതയ്ക്ക് ഈ വലിയൊരു പ്രകാശം ആശ്വാസം നൽകട്ടെ. ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മൺമയരായ നമ്മുടെ മരണത്തിന് അധീനമായ ഈ സ്വഭാവത്തെ മരണത്തിനപ്പുറത്തേക്കുള്ള സ്വർഗീയമായ അനുഭവത്തിലേക്ക് തൻ്റെ മനുഷ്യാവതാരം മൂലം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് പ്രകൃതിയെ അനുഗ്രഹകരമായി പരിരക്ഷിക്കുവാനും നമ്മുടെ സ്വഭാവങ്ങളെ, ജീവിതചര്യകളെ ക്രമീകരിക്കുവാനും ഈ ക്രിസ്മസ് നമുക്ക് അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാശ്ചാത്യ ലോകത്തിലൊക്കെ ഓഗസ്റ്റ് മാസം മുതലേ ഇതിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങും. നമുക്കും അറിയാം, എല്ലായിടത്തും ആഘോഷങ്ങളുടെ ഒരു വലിയ വേലിയേറ്റമാണ്, ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണ്. എന്നാൽ ഒരു വലിയ ചോദ്യമുണ്ട്: യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹെറോദേസ് അതിനുത്തരം കണ്ടെത്തി. നിഷ്കളങ്കരായ ആട്ടിടയന്മാർ അതിന് ദൃക്സാക്ഷികളായി. അന്വേഷണ കുതുകികളായ വിജ്ഞാനികൾ, വിദ്വാൻമാർ അവരുടെ വിലയേറിയ സമ്മാനങ്ങൾ കൊണ്ട് ഈ ജന്മത്തിന് ദൃക്സാക്ഷികളാകുവാൻ ബഹുദൂരം സഞ്ചരിച്ചു. ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഈ രാജാവ് പിറന്നിരിക്കുന്നത് എവിടെയാണ്? അവൻ കൊട്ടാരത്തിലല്ല പിറന്നിരിക്കുന്നത്. അധകൃതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവരുടെയും വേദനിക്കുന്നവരുടെയും ഒന്നുമില്ലായ്മയിൽ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്നവരുടെയും മധ്യത്തിലാണ് താൻ ജനിക്കുന്നത്. താൻ വിശുദ്ധിയിൽ, വെടിപ്പിൽ, താഴ്മയിൽ ജീവിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാകും. അന്ധകാരത്തിലിരിക്കുന്ന ജനം വലിയ പ്രകാശം കാണുന്നത് ആ അന്ധകാരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടല്ല, ആ അനുഭവത്തിലിരിക്കുമ്പോൾ തന്നെയും എൻ്റെ രക്ഷകൻ ജീവനുള്ളവനാകുന്നു, അവനെനിക്ക് വലിയ പ്രത്യാശയാകുന്നുവെന്നുള്ള ആഴമായ വിശ്വാസം
നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുന്ന ഒന്നാണ് ഈ തിരുജനനത്തിൻ്റെ ഈ വലിയ ദിവ്യമായ സുവാർത്ത. സർവ്വലോകങ്ങൾക്കും ഉണ്ടാകുവാനുള്ള സന്തോഷമാണ്. കേവലം മനുഷ്യജാതിക്ക് മാത്രമോ ഒരു സമൂഹത്തിന് മാത്രമോ ലഭിക്കുന്ന സദ്വർത്തമാനമല്ല, സർവ്വലോകങ്ങൾക്കുമുള്ള ഒരു മഹാസന്തോഷത്തിൽ പങ്കാളികളാവുകയാണ്. ഇവിടെ സ്വർഗവും ഭൂമിയും സമ്മേളിക്കുമ്പോൾ അതിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം വെടിപ്പോടെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിദ്വാൻമാർ അവരുടെ വിലയേറിയ സമ്മാനങ്ങൾ തനിക്ക് സമർപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന പരിമളധൂപം നമ്മുടെ നിഷ്കളങ്കതയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഉരുവാകുന്ന സന്ദർഭമാണ്. നമ്മുടെ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു എന്ന് പറയുന്നത് പോലെ അവൻ നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ സമൂഹത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും വീണ്ടും വന്ന് ജനിക്കുകയാണ്. അവന് ജനിക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ടോ? അതോ അന്ന് ബേത്ലഹേമിൽ എല്ലാവരും കൊട്ടിയടച്ച് വാതിലുകൾ അടച്ച് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ മൃദു ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്നതിനുള്ള അവസരമാണ്. ആയതുകൊണ്ട് കർത്താവ് നമ്മുടെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുവാൻ തക്കവണ്ണം, ഉരുവാകുവാൻ തക്കവണ്ണം, നമ്മോടൊപ്പം വസിക്കുവാൻ തക്കവണ്ണം അവൻ ഇഷ്ടപ്പെടുന്നു. അവൻ ഇഷ്ടപ്പെടുന്ന പേര് ഇമ്മാനുവേൽ എന്നുള്ളതാണ്. ദൈവം നമ്മോടുകൂടെ. വിശുദ്ധ കുർബാനയിൽ പിതാവാം ദൈവം നമ്മോടുകൂടെ, പുത്രനായ ദൈവം നമ്മോടുകൂടെ, പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ എന്ന് വീണ്ടും 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 നമ്മൾ പറഞ്ഞ് ഉറപ്പിക്കുന്നത് പോലെ അവൻ എടുത്തിരിക്കുന്ന പേര് ഇമ്മാനുവേൽ എന്നാണ്. ദൈവം നമ്മോടുകൂടെയാണ്. ദൈവം നമ്മോടുകൂടെ വസിപ്പാനായിട്ട് വന്നിരിക്കുകയാണ്. സ്വന്തക്കാരോ അവനെ തിരിച്ചറിഞ്ഞില്ല. അവനെ ഉപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ഹേറോദേസും കർത്താവിൻ്റെ ജനനം കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ മറ്റൊരു വിധത്തിലാണ് ആഗ്രഹിച്ചത്. അതിനെ നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാനാണ്. എന്നാൽ നിഷ്കളങ്കരായ ആട്ടിടയന്മാർ അവർക്കുള്ളത് സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ആനന്ദിക്കുന്ന ഈ സന്ദർഭത്തിൽ നിഷ്കളങ്കതയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ ദാനം ഈ ലോകത്തിന് നൽകിയിരിക്കുകയാണ്. ആ ദാനം എന്തെന്ന് തിരിച്ചറിയുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. ആ വിദ്വാൻമാർക്ക് സ്വപ്നത്തിലൊരു അരുളപ്പാട് ലഭിച്ചു. നിങ്ങൾ ഇതുകൊണ്ട് വന്ന വഴി പോലെയല്ല ഇനിയും നിങ്ങൾ തിരിച്ചു പോകേണ്ടത്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വേറെ വഴിയായിട്ട് പോകണം. ഒരു പുതിയ വഴി, ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ ജീവിതം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മുടെ വഴി നേരാക്കി തീർക്കുവാൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്നുള്ള ആ കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ ഈ ഇമ്മാനുവേൽ എവിടെയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയാണെന്ന് ചിലപ്പോൾ നമ്മൾ ചോദിച്ചു പോകാം. എന്നാൽ അവനെന്നും നമ്മോടുകൂടെ ഇരിക്കുകയാണ്. വേദനകളുടെ മധ്യത്തിൽ, നഷ്ടത്തിൻ്റെ മധ്യത്തിൽ, അപമാനത്തിൻ്റെ മധ്യത്തിൽ അവൻ നമ്മെ ശക്തനാക്കുന്നവനാണ്. അവൻ നമ്മോടുകൂടെ വസിപ്പാനായി ഇഷ്ടപ്പെട്ട് ഭൂമിയിലെ തൻ്റെ വാസത്തിൽ ക്രൂശിലെ മരണത്തോളം അവൻ താഴ്മപ്പെട്ടു. ആയതുകൊണ്ട് എല്ലാവരിലും ഉയർന്ന സ്ഥാനം അവൻ ലഭിച്ചു. ആ സ്വർഗീയമായ അനുഭവമാണ് ഇന്ന് ഈ ലോകത്തോട് വിളംബരം ചെയ്യുവാനായിട്ടുള്ളത്. അവൻ എളിയവനായി ജനിച്ച് സർവ്വലോകത്തിൻ്റെയും സന്തോഷത്തിന് മുഖാന്തരമായി. അവൻ എളിയവനായി മരിച്ച് സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്ക് മുഖാന്തരമായി. അവൻ്റെ അനുയായികളായ നമുക്കും നമ്മുടെ ജീവിതം കൊണ്ട് അനേകർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കണം. ആയതുകൊണ്ട് കർത്താവ് നമ്മുടെ ഉള്ളിൽ ജനിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം വെടിപ്പുള്ളതായി, വിനയമുള്ളതായി, കർത്താവിൻ്റെ ഇഷ്ടമുള്ള വാസസ്ഥലമാക്കി തീർക്കുവാൻ ഈ ക്രിസ്മസ് നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സംഭവബഹുലമായ 2016 നമ്മെ പിന്തള്ളി പുതിയ വർഷത്തിലേക്ക്, പുതിയ വർഷം എല്ലാ വിധത്തിലും സന്തോഷം കൊണ്ട് പ്രതീക്ഷാ നിർഭരമായ 2017
നെ വരവേൽക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുകയാണ്. സൂക്ഷ്മ ഒരാഴ്ച, അടുത്ത ഞായറാഴ്ച വീണ്ടും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആയതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമായിരിക്കണം. നമ്മുടെ ആഘോഷങ്ങൾ ഏത് വിധത്തിലുള്ളതാണെന്ന് ക്രമീകരിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പലപ്പോഴും ഈ ആശുപത്രികളിലും രോഗഗ്രസ്തരായ ആളുകളെയൊക്കെ കാണുമ്പോഴാണ് ഈ ക്ഷണികമായ ജീവിതത്തിൻ്റെ ഈ ദുർബലമായ ഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പലരുടെയും ജീവിതം കണ്ടാൽ മരണം അടുത്തെങ്ങുമില്ല, അവരുടെ ജീവിതം ഇങ്ങനെ തുടർന്ന് പോകുന്നതാണെന്നുള്ള വിചാരത്തിൽ പല വിധത്തിൽ ജീവിച്ചു പോകുന്ന അനേകം ആളുകളുണ്ട്. അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും പുതിയ വർഷത്തിൽ അനുഗ്രഹപൂർണമായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയുടെ വാതാനം തുറക്കുവാനും ഇമ്മാനുവേലായ കർത്താവിനോടുകൂടെ ചേർന്ന് അവൻ്റെ വലങ്കരം പിടിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച് സർവ്വലോകത്തിനും നമ്മളാലാവുന്ന വിധത്തിലുള്ള സമാധാനവും പ്രത്യാശയും പകരുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കാം. ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ എവിടെയാണ്? എൻ്റെ ഹൃദയത്തിലാണ് പിറന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലാണ് അവൻ ഇന്ന് പിറന്നിരിക്കുന്നത്. അവൻ എന്നോടുകൂടെ വസിക്കുന്നു, ഞാൻ അവനോടുകൂടെ വസിക്കുന്നുവെന്ന് ആഴമായി അർത്ഥഗർഭമായി സന്തോഷത്തോടെ പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഈ പെരുന്നാൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഈ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ സന്തോഷവും ആശംസകളും നേർന്നുകൊണ്ടും സർവ്വ ലോകങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം നിങ്ങളെ ഓരോരുത്തരെയും നിറച്ച് നിങ്ങൾക്കാവശ്യമായ സമാധാനവും ശക്തിയും നൽകട്ടെ. ദൈവമായ കർത്താവ് സമൃദ്ധിയായി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എൻ്റെ വചനം ഉപസംഹരിക്കും.